ഈയിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇന്ത്യയിൽ LPG ഷോർട്ടേജ് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അതാണ് മെയിൻ സ്ട്രീം മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം യുദ്ധം തുടങ്ങി ഉടനെ തന്നെ LPG ഷോർട്ടേജ് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. മൊത്തത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമുക്ക് എവിടെ തിരിഞ്ഞാലും കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കാനഡ ആണെങ്കിൽ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. ഓയിലും അതേപോലെ LNGയും ഞങ്ങൾ സപ്ലൈ ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനാണ് മെയിനായിട്ട് ഇതിനകത്ത് നോക്കേണ്ടത്. പക്ഷേ നമുക്ക് വേറെ മാർഗ്ഗമില്ല. മിഡിൽ ഈസ്റ്റിൽ വെസ്റ്റ് ഏഷ്യയിലെ കോൺഫ്ലിക്റ്റ് ഇനി 2 ആഴ്ചയ്ക്ക് കൂടി അമേരിക്ക നീട്ടിവെക്കുന്നു എന്നുള്ളതാണ് വാർത്ത. പൊതുവിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വൈറ്റ് ഹൗസിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് 24 hours ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈം ലൈനിനുള്ളിൽ ഇറാൻ തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ, മീൻസ് ന്യൂക്ലിയർ ഡീലിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം 24 hours വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അമേരിക്ക കനത്ത ആക്രമണം ഇറാൻ്റെ ഉള്ളിൽ നടത്തും. അത് അവർ ചരിത്രത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത അത്തരം രീതിയിൽ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഹെവി പേലോഡ്സുകളൊക്കെ അമേരിക്ക ലോഡ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും ഗെറ്റിംഗ് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി 2 ആഴ്ച കൂടി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ കൺട്രോളിലോ അല്ലെങ്കിൽ പ്രോ ഇറാനിയൻ ഗ്രൂപ്പുകളുടെ കൺട്രോളിലോ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുടർന്നാൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കത്തില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് കാനഡ എന്നല്ല, ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും കൊണ്ടുവരാനുള്ള സാഹചര്യം ഇന്ത്യ നോക്കും. അത് ഉറപ്പാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അത് പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് ഇന്ത്യ അതിനെ നോക്കിക്കാണുന്നത്. കാനഡയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഓഫർ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഈ ഓഫർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഡിസിഷൻ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടെ യുദ്ധം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കും എന്നുള്ളത് യാതൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കാനഡയുടെ ഓഫർ സ്വീകരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഗവൺമെൻറ് അതുമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ട് തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ ആണെങ്കിൽ ഈ കുർദിഷ് ടീമുകൾ ഇറാഖിൻ്റെ ബോർഡറിലൂടെ ഇറാൻ്റെ ഉള്ളിലേക്ക് കയറി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നാണ് ഇറാൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന വിലയിരുത്തൽ. ഞാൻ ഈ വെച്ചിരിക്കുന്ന മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്തൊരു ലൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് കളർ പോർഷൻ ഇറാൻ്റെ ബോർഡറുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഇറാഖിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇറാൻ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഈ കുർദിഷ് ടീമുകൾക്കെതിരെ തന്നെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അമേരിക്കയുടെ ഇറാഖിൻ്റെ ഉള്ളിലുള്ള എർബിൽ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എയർബേസ് ടാർഗറ്റ് ചെയ്ത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന മിലീഷ്യ ഗ്രൂപ്പുകൾ ആക്രമണം നടത്തുന്നുണ്ട്. ഇറാഖിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 ഗ്രൂപ്പുകളുണ്ട്. നമുക്കതിനെ അറിയില്ല ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ നമുക്ക് കിട്ടത്തില്ല. കാരണം അത്രമാത്രം ഗ്രൂപ്പുകളുണ്ട്. ഇത് ഏത് ഗ്രൂപ്പാണ്, ഏത് സബ് ഗ്രൂപ്പാണ്, ഇതൊന്നും നമുക്കറിയില്ല. കാരണം അത്തരത്തിലാണ് ഗ്രൂപ്പുകൾ. മുക്കിനും മൂലയിലും ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകളാണ് അവിടെ കിടന്നുകൊണ്ട് ഈ ആക്രമണങ്ങൾ മൊത്തം നടത്തുന്നത്. ഇതിൽ കുറേ പേര് ഇറാനെ അനുകൂലിക്കുന്നുണ്ട്, കുറേ പേര് അമേരിക്കയെ അനുകൂലിക്കുന്നുണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. പിന്നെ ഇതിനകത്ത് ഇറാഖിൻ്റെ മിലിറ്ററിയും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ബോർഡർ സെക്യൂർ ചെയ്യാൻ അവർക്ക് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരും ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു കലക്കവെള്ളത്തിൽ മീൻപിടി കണക്കാണ്. അമേരിക്ക ഇപ്പോൾ അവിടെ കിടന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ 2-3 ആക്രമണങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടത്തുന്നുണ്ട്. 2-3 പോയിന്റുകളിൽ ഞാൻ ഈ വെച്ചിരിക്കുന്ന മാപ്പിൽ റെഡ് കളറിൽ 1, 2, 3 എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിലെല്ലാം അമേരിക്ക എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് ഇന്നലെ. കുവൈറ്റിലുള്ള അമേരിക്കൻ എയർബേസും UAE-യിലുള്ള അമേരിക്കൻ എയർബേസുമാണ് ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമായത്. നിലവിൽ 6 അഡീഷണൽ തേർഡ് എയർ ഡിഫൻസ് സിസ്റ്റം മിഡിൽ ഈസ്റ്റിൽ വിവിധ അമേരിക്കൻ ബേസുകളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. THAAD തേർഡ് സിസ്റ്റം. ഇത് സൗത്ത് കൊറിയയിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഇന്നലെ 41ാമത്തെ വേവ് ഓഫ് മിസൈൽ അറ്റാക്കാണ് ഇറാന്റെ സൈഡിൽ നിന്നും ഇസ്രായേലിലേക്ക് അയച്ചത്. 41ാമത്തെ വേവ്. അപ്പോൾ ഈ 41ാമത്തെ വേവിൽ മിസൈലുകളുടെ എണ്ണമൊക്കെ കുറവായിരുന്നു. വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഹൈഫ ഭാഗത്തൊരു ഡ്രോൺ പതിച്ചതായിട്ട് വാർത്ത വരുന്നുണ്ട്. മറ്റുള്ളതെല്ലാം തന്നെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ ഇന്നലെ വൈകുന്നേരം ഹെസ്ബുള്ള ഇസ്രായേലിന് ഒരു വാണിംഗ് കൊടുത്തിട്ട് ഹെസ്ബുള്ള റോക്കറ്റ് അറ്റാക്ക് നടത്തുകയായിരുന്നു ഇസ്രായേലിൻ്റെ ഉള്ളിൽ. അതെല്ലാം തന്നെ അവർ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലെബനന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് സദൻ ബെയ്റൂത്തിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ ആക്രമണങ്ങളല്ല. 30 മിനിറ്റ് സമയം കൊടുത്ത് ഏതാണ്ട് 10 ലക്ഷം ആൾക്കാരെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. 30 മിനിറ്റ്സിനകത്ത്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം. ഈ 30 മിനിറ്റിൽ നിങ്ങൾ എന്തെടുക്കും? അതായത് ഫാമിലീസ് ആയിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് നിങ്ങൾ 30 മിനിറ്റ് കൊണ്ട് എന്തെടുത്തിട്ട് ഇറങ്ങും? കയ്യിൽ കിട്ടിയത് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങുക തന്നെ. അപ്പോൾ അത്തരത്തിൽ 10 ലക്ഷം ആൾക്കാർ ഇന്നലെ ഈ സദൻ ബെയ്റൂത്ത് മേഖലയിൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ടു. വിതിൻ 30 മിനിറ്റ്സിൽ അവിടെ ആക്രമണം നടത്തി. ഈ സദൻ ബെയ്റൂത്ത് എന്ന് പറയുന്നത് വെറും കോൺക്രീറ്റ് റബ്ബിളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അത്തരത്തിലാണ് അറ്റാക്ക്, മാരകമായിട്ടുള്ള അറ്റാക്ക്. ഇസ്രായേലിൻ്റെ ആ ഒരു ദേഷ്യം മൊത്തം തീർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് അറ്റാക്ക് ചെയ്തതിൻ്റെ ദേഷ്യം,
അതേപോലെ തന്നെ ഇപ്പോൾ തുടരെ റോക്കറ്റ് വിക്ഷേപണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദേഷ്യം ഇതെല്ലാം തന്നെ തീർത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസത്തിന് മുമ്പാണ് ഈ അറ്റാക്ക് നടക്കുന്നതിൻ്റെ ഒരു ദിവസത്തിന് മുമ്പ്, മിനിഞ്ഞാന്ന് ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ് ഇമ്മാനുവൽ മാക്രോൺ ലെബനാൻ സന്ദർശിക്കുകയും അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് എന്തെല്ലാം സഹായങ്ങൾ വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്നൊക്കെ വാഗ്ദാനമൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് നടത്തിയിട്ട് പോയതാണ് അവിടെ നിന്ന്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് ലെബനൻ്റെ ഉള്ളിൽ. ലെബനൻ്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് തുർക്കിയിലെ തയ്യബ് എർദോഗൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, നിങ്ങൾ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയൊക്കെ നിങ്ങൾ ആക്രമണം നടത്തും, ഇറാൻ്റെ ഉള്ളിൽ ആക്രമിക്കുന്നുണ്ട്, ലെബനൻ്റെ ഉള്ളിൽ ആക്രമിക്കുന്നുണ്ട്, ഗാസയ്ക്കുള്ളിൽ അറ്റാക്ക് നടത്തുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഹൂത്തികളെ ആക്രമിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് സിറിയയ്ക്കുള്ളിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, ഇത് ഒട്ടും ശരിയായ നടപടിയല്ല എന്ന് സ്വാഭാവിക ശൈലിയിൽ ഇസ്രായേലിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, തയ്യബ് എർദോഗന് അനങ്ങാൻ പോലും പറ്റില്ല. എന്തായാലും തയ്യബ് എർദോഗൻ്റെ തുർക്കിയിലെ എയർബേസ് അമേരിക്ക ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെ നിന്നും ഇറാൻ്റെ മേളിലേക്ക് ആക്രമണങ്ങൾ നടത്തും. അപ്പോൾ അങ്ങനെ അവിടുത്തെ എയർബേസ് അമേരിക്ക ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇറാൻ്റെ സൈഡിൽ നിന്നും, അതേപോലത്തെ ആക്രമണങ്ങൾ തുർക്കിയുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ തുർക്കി അതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ മേഖലയിൽ തുർക്കിയാണല്ലോ വലിയ സംഭവമായിട്ട് ഖാൻ ഫൈറ്റർ ജെറ്റ്, അതേപോലെ ബൈറാക്ടർ ഡ്രോൺ, ഇങ്ങനത്തെ പല ഉഡായ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ അടുത്ത്. അപ്പോൾ അവർ ഇത് എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത ചാലഞ്ച്. ഇതിലെല്ലാം ഉപരിയായിട്ട് ഏറ്റവും വലിയ ചാലഞ്ച് വരുന്നത് റെഫ്യൂജികളാണ്. യുദ്ധം നടന്നാൽ ശരിക്കും ഏറ്റവും കൂടുതൽ, ഇപ്പോൾ യുദ്ധം കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ ഇറാൻ്റെ ഉള്ളിൽ നിന്നും ഏറ്റവും കൂടുതൽ റെഫ്യൂജികൾ കയറി പോകാൻ പോകുന്നത് ഏതാണ്ട് 550 കിലോമീറ്ററോളം തുർക്കിയും ഇറാനും തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡറുകളിലെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഇറാനിയൻ റെഫ്യൂജികൾ കടന്നു കയറും. ശരിക്കും അത് ഇസ്രായേലിനും കൂടി ഒരു അഡ്വാൻറ്റേജ് ആണ്. എങ്ങനെ നോക്കിയാലും ഇസ്രായേലിന് തുർക്കിയിലേക്ക് ഒരു ഡയറക്റ്റ് പോയിന്റ് കിട്ടുകയാണ് ആ മൊമെന്റിൽ. ഇസ്രായേൽ ഇത് എയിം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ മേഖലകളിലേക്ക് ഇസ്രായേൽ കൂടുതലായിട്ട് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നില്ല. ഇറാഖിന്റെ സൈഡിൽ തന്നെയാണ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടബ്രീസ് ഒക്കെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നുണ്ട്. അസർബൈജാന്റെ ബോർഡറുകളിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ തുർക്കി ബോർഡറിൽ പ്രത്യേകിച്ച് ആക്രമണങ്ങളൊന്നും നടത്തുന്നില്ല. അതിന് കാരണം അവിടെ ഈ കുർദ് കമ്മ്യൂണിറ്റികൾ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ആക്രമണങ്ങൾ നടത്താത്തത്. പക്ഷേ ഏത് മൊമെന്റിലും ഇറാൻ യുദ്ധം കണ്ടിന്യൂസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 വീക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് 2 വീക്സിലേക്ക് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇപ്പൊ അമേരിക്ക നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, പ്രത്യേകിച്ച് ട്രംപ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യ അവസാനിപ്പിച്ച പോലെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്ത് പലതവണ മൈക്കിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് എന്ന് 1011 പ്രാവശ്യം വിളിച്ചു പറഞ്ഞ ട്രംപിന് അമേരിക്ക നടത്തുന്ന യുദ്ധം ഏത് പോയിന്റിൽ നിർത്തണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അതിന് ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല, ഒരു എത്തും പിടിയില്ല. തുടങ്ങാൻ അറിഞ്ഞു, പക്ഷേ എവിടെ അവസാനിപ്പിക്കണം, ആ അറ്റാക്കിംഗ് പവർ, യുദ്ധം നിർത്താനുള്ള ഒരു കൺട്രോൾ, അത് അമേരിക്കയുടെ കയ്യിലില്ല. എല്ലാ യുദ്ധത്തിലും ഇങ്ങനെയാണ്. അമേരിക്ക തുടങ്ങിയ എല്ലാ യുദ്ധങ്ങളിലും ആ യുദ്ധം കൺട്രോൾഡ് മാനറിൽ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി അമേരിക്കയ്ക്കില്ല. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നീണ്ടു പോകുന്നത്. അപ്പം അതേപോലെ ഒരു യുദ്ധമായിട്ട് ഇറാൻ യുദ്ധം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ സൂചനയാണ് അമേരിക്ക 2 വീക്സ് മോർ എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സൈനാണ്. യുദ്ധം ഒരിക്കലും നല്ലതല്ല, പക്ഷേ നിലവിലെ സാഹചര്യം അതാണ്. ഇറാൻ്റെ സെക്യൂരിറ്റി മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ലാരിജാനി, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ട്രംപിൻ്റെ ഇറാൻ്റെ പവർ ഗ്രിഡുകൾക്ക് മേളിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം തെറ്റായ തീരുമാനമാണ്. അത് ഈ എൻറ്റയർ റീജിയനിൽ ബ്ലാക്ക് ഔട്ട് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എൻറ്റയർ റീജിയൻ എന്ന് പറഞ്ഞത് ഇറാനെ അല്ല പുള്ളിക്കാരൻ പറഞ്ഞത്. ഈ എൻറ്റയർ റീജിയൻ ഉദ്ദേശിച്ചത് മിഡിൽ ഈസ്റ്റിനെയാണ്. മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളുടെ പവർ ഗ്രിഡുകളും ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്നാണ് ഇതിൻ്റെ സൂചന. ബെഞ്ചമിൻ നെതന്യാഹു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, പുതിയ സുപ്രീം ലീഡറൊക്കെ കൊള്ളാം, റെജീം ചേഞ്ച് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ സുപ്രീം ലീഡറിനെയും വധിക്കുമെന്നുള്ള ഭീഷണി വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. למנוע מאיראן לפתח נשק גרעיני, למנוע מאיראן לפתח טילים בליסטיים שיאיימו על ישראל, ארצות הברית והעולם כולו. זהו היעד שלנו. תוך זמן קצר חיסלנו את הצורר חמינאי וגם בכירים רבים במשטר הטרור. חיסלנו את הרודן הישן והרודן החדש, מוג'תבא, הבובה של משמרות המהפכה, הוא אינו יכול להראות את פניו בציבור. ഈ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ റൂമേഴ്സൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് വേറെ എവിടെയും ഈ വാർത്ത കാണാൻ പറ്റത്തില്ല, പക്ഷേ ഓൺലി ഇൻ കേരളത്തിലെ ഈ വാർത്ത സജീവമാണ്. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു, വീടിൻ്റെ മേളിൽ ബോംബ് വീണെന്നൊക്കെ പറഞ്ഞിട്ട് വൻ പ്രചാരണമാണ് കേരളത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രമാണ്, വേറെ ഒരു വാർത്താ മാധ്യമങ്ങൾ നമുക്കിത് കാണാൻ കഴിയത്തില്ല. ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും പറയുന്നത്
ഇറാനിയൻസ് ക്യാൻ ബ്രിങ് ഡൗൺ ദ റെജീം. ഇറാനിയൻസ് ആണ് ഈ റെജീമിനെ താഴോട്ട് ഇറക്കേണ്ടത്, അല്ലാതെ മറ്റൊരു രാജ്യമല്ല. നമ്മൾക്ക് ആക്രമണങ്ങൾ നടത്താൻ കഴിയും, നിർണായകമായിട്ടുള്ള സ്പോട്ടുകളൊക്കെ അറ്റാക്ക് ചെയ്ത് തകർക്കാൻ കഴിയും. ഇറാനെ ഇപ്പോൾ ഒരു 30 വർഷത്തിലേക്ക് പുറകിലോട്ട് ചലിപ്പിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ഒരു 50 വർഷം പുറകിലോട്ട് ആക്കാൻ കഴിയും. പക്ഷേ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് അത് ഇറാനിയൻസ് ആണ് ചെയ്യേണ്ടത്. പുറത്തുനിന്നുള്ള രാജ്യത്തിന് സാധ്യമല്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ നെസറ്റ് മെമ്പറിൽ പലരും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.